എന്തായി ഒരൊറ്റ ഒരു ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റീൽ എടുക്കാന്ന് തീരുമാനിച്ചു. അതിന്റെ ലൊക്കേഷൻ തപ്പി തപ്പി നടന്ന അവസാനം ടെറസിന്റെ മുകളിൽ തന്നെ റീൽ എടുത്തു. ഇതാണ് എന്റെ ക്യാമറമാന്റെ അസിസ്റ്റന്റ്. വിഷുവിന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരാളുടെ ഒഴിഞ്ഞൊരു വീട്ടിലാണ് എടുത്തത്. അവിടുത്തെ പൊടിയൊക്കെ തുറക്കാൻ വേണ്ടിയാണ് ആ ചൂലും കെട്ടായിട്ട് നടക്കുന്നത്. ഒരു ഉച്ചനടുത്തേക്ക് ഞങ്ങൾ പാണിയിൽപ്പൊരു പോയി. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഫിലിം സ്റ്റാർ അല്ലേ? ഡോഗ് ഷോക്കാർ ഞങ്ങളൊരു കൗശയാണ് ഇട്ടിരുന്നത്. പശു ഓരോന്ന് തിന്നണ്ടിട്ട് എനിക്ക് വിശന്നിട്ട് ഞാനൊരു ചിവിങ്കും കഴിച്ച് അതുപോലെ അയവർക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു നീണ്ട നടത്തത്തിന് ശേഷം പാണിയിൽപ്പൊരിലെ വെള്ളം ഞങ്ങൾ സീനറി. അപ്പോഴാണ് മനസ്സിലായത് വെള്ളത്തിലിറങ്ങാൻ സ്ഥലമില്ല. വിഷുവിന് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വീട്ടിലായിരിക്കും, ഒരു ലീവും പോവില്ല. ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ച പോലെ പലരും ചിന്തിച്ചെന്ന് ഞങ്ങൾ അവിടെ എത്തി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ അവിടെ കിടന്നൊരു അരയ്ക്കൊപ്പം വെള്ളത്തിൽ പോലും ഇറങ്ങാൻ പാടും, അരയോടൊപ്പം ഇല്ല. നീന്തണേന്റെ ഒരു ABCD പോലും അറിയാൻ പാടാത്തോണ്ട് ചെറിയൊരു ഒഴുക്കുള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി. വെള്ളത്തിൽ ഇറങ്ങാൻ ഓടി വന്നതാ, കാല് വിട്ടോണ്ടിരിക്കുക. എനിക്ക് മാത്രമല്ലായിരുന്നു, അമ്മയ്ക്കും പേടിയില്ലേ. വെള്ളമുണ്ടാവോ എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ പാണിയിൽപ്പൊരിലോട്ട് വന്നത്. വെള്ളമുണ്ടായി, ബോണസ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കരക്കിന്ന് ആ പാത്രം കൂടി കൊണ്ടുവരാൻ കോരി കുടിക്കാറുണ്ടല്ലോ. പെരിയാറിൽ മീനുകളൊക്കെ ഞങ്ങളെ കണ്ടവിടെ ചെതറി ഓടണായിരുന്നു. അപ്പൊ അവങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. 3:15 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ അവിടെ കുറെ നേരം കളിച്ചും കുളിച്ചും ഇറങ്ങിയായിട്ട് ഒരു 1.5 മണിക്കൂർ എങ്ങനെ പോയെന്നറിയാമ്പോൾ അത്രയൊക്കെ എന്റർടൈൻമെന്റ് ആണ്. പിന്നെ വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലു. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മസാല ദോശ കേൾക്കുന്നത്. അത് കഴിച്ച് വീട്ടിൽ പോന്നു. അത്രയുള്ളൂ. ബൈ.